ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ഒരു ഉപദേശമാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും വലിയ ആഗ്രഹമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, സ്വർഗരാജ്യം സ്വന്തമാക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളുടെയും അതോടൊപ്പം മറ്റു പ്രവൃത്തികളുടെയും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വർഗത്തിലെത്തിച്ചേരുക, സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്ന് കർത്താവിൻ്റെ തിരുവചനത്തിൽ ഈശോ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ തിരുവചന ഭാഗങ്ങളിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ആ സമയമാകുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരുപക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതും അതോടൊപ്പം പ്രവചനങ്ങളും നടത്തുന്നതും നീതിയില്ലാത്ത ഒരു ജീവിതം ഇല്ലാത്തപ്പോഴും സാധ്യമാണ് എന്നുള്ളൊരു സൂചനയല്ലേ ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുക? കാരണം കർത്താവിനോട് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങളിതൊന്നും ചെയ്തിട്ടില്ല എന്നും ഈശോ പറയുന്നില്ല. ഈശോ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നീതി പ്രവർത്തിക്കാത്തതിൻ്റെ കുറവുണ്ട്, അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് ഈശോ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്ത എന്താണ്? അവരെല്ലാവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും സാധിക്കുന്നതെന്ന് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, എല്ലായ്പ്പോഴും അങ്ങനെയാകണമെന്നില്ല, എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. ചിലപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാം. ഈശോ വളരെ പ്രത്യേകമായിട്ട് ഉപദേശിക്കുകയാണ്, നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ ചെയ്താലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന യേശു വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന മാത്രം പോരാ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് കുറച്ച് സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞ സങ്കടം ഇതാണ്, അദ്ദേഹത്തിന് പല രോഗങ്ങളും
രോഗത്തിൻ്റെതായ പ്രതിസന്ധികളും വേദനകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അച്ഛാ, കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പലവിധത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓരോരോ ഹോസ്പിറ്റലുകളിൽ പോയതിൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. പല ആശുപത്രികളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, ആയുർവേദത്തിന് പോയിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം ഒത്തിരി ചരിത്രം പറഞ്ഞു. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്, പല ആശുപത്രികളിലും പോയിട്ടുണ്ട്, മാറി മാറി പല ചികിത്സകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു കുറവും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ പല ആശുപത്രികളിൽ പോയിട്ടുണ്ട്, പല ചികിത്സകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ എൻ്റെ ഈ ഭർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഓരോ ഡോക്ടറെ കാണുമ്പോഴും അവർ പറയുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിക്കും, അവിടെ നിന്നുള്ള മരുന്നും വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ അതിനുശേഷം 1-2 ദിവസം മാത്രം ആ മരുന്ന് കഴിക്കും. അതോടൊപ്പം ഈ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ചികിത്സകളൊക്കെ ഇങ്ങനെ ഫലപ്രദമാകാതെ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ അത് വലിയൊരു സത്യമല്ലേ? നമ്മൾ ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, ഡോക്ടർ എഴുതിത്തരുന്ന മരുന്ന് വാങ്ങുന്നു, ഇതൊക്കെ സത്യം. പക്ഷേ ഡോക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കുക, ഡോക്ടർ പറയുന്ന മരുന്ന് എത്ര കാലം നമ്മളത് കഴിക്കണമെന്ന് പറയുന്നുവോ അത്രയും കാലം അത് കഴിക്കുക, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അപ്പോഴല്ലേ ഒരു രോഗിയുടെ രോഗങ്ങൾ മാറുകയുള്ളൂ. വാസ്തവത്തിൽ അത് വലിയൊരു സത്യമാണ്. ഇതുപോലെ തന്നെ കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, വചനം കേട്ടതുകൊണ്ട് മാത്രം, സുവിശേഷം വായിച്ചതുകൊണ്ട് മാത്രം, വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം ആർക്കും ദൈവാനുഭവത്തിലേക്കോ അഭിഷേകത്തിലേക്കോ അനുഗ്രഹത്തിലേക്കോ കടന്നു വരാൻ സാധിക്കുകയില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ വചനം കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറാവുകയും വേണം. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 15-ാം സങ്കീർത്തനത്തിൽ അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. നീതിയുടെ മാനദണ്ഡത്തെക്കുറിച്ച് 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അവിടെ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവിൻ്റെ കൂടാരത്തിൽ ആരാണ് വസിക്കുക, അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആരാണ് പ്രവേശിക്കുക, അതേക്കുറിച്ച് 15-ാം സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നിഷ്കളങ്കമായ ജീവിതമുള്ളവർ, അതോടൊപ്പം ജീവിതത്തിൽ നീതി മാത്രം പ്രവർത്തിക്കുന്നവർ, ഹൃദയം തുറന്ന് സത്യം പറയുന്നവർ, പരദൂഷണം പറയാത്തവർ, സ്നേഹിതനെ ദ്രോഹിക്കാത്തവർ, അയൽക്കാർക്കെതിരെ അപവാദം പറയാത്തവർ, കഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നവർ, കടത്തിന് അന്യായ പലിശ വാങ്ങാത്തവർ, കൈക്കൂലി വാങ്ങാത്തവർ. ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് നീതിയുടെ മാനദണ്ഡമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തിരുവചനങ്ങളിലൂടെ. അപ്പോൾ ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥന മാത്രം പോരാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ. കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിച്ചപേക്ഷിക്കുന്നത് പോരാ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നീതിനിഷ്ഠമായൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. സ്നേഹമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുന്നവർ കൂടെ ആയിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ആഗ്രഹം ഇതാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നത്. തീർച്ചയായിട്ടും ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥന മാത്രമാണോ എൻ്റെ ജീവിതം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി പ്രവർത്തിക്കുവാൻ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? നീതിനിഷ്ഠമായൊരു ജീവിതം എന്നിലുണ്ടോ? സ്നേഹമുള്ളവരെ,
അങ്ങനെയൊരു ജീവിതശൈലി നമുക്കില്ല എങ്കിൽ പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾക്ക് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്കതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ദിവ്യകാരുണ്യ ഈശോ കടന്നു വന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ എല്ലാം ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. ഇത്രയും സമീപസ്ഥനായ ഒരു ദൈവം വേറെ ഏത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളതെന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നു. ഈശോ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഈശോ നമ്മുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് എന്ന് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് മാത്രം സാധിക്കുകയില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു മകളുടെയും മകൻ്റെയും വലിയൊരാഗ്രഹമാണ് സ്വർഗത്തിലെത്തിച്ചേരുക, സ്വർഗരാജ്യം സ്വന്തമാക്കുക എന്നുള്ളത്. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുവാൻ, പിശാചുക്കളെ പുറത്താക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചേക്കാം. പക്ഷേ അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ട് എന്നുള്ളതിന് പൂർണ്ണമായ ഉറപ്പാകണമെന്നില്ല. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാനും
അത് നിറവേറ്റുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുക. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസം പ്രവൃത്തിയോട് കൂടെയാകുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. നീതിമാന്റെ ജീവിതം എങ്ങനെയാണെന്ന് സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നീതിനിഷ്ഠമായൊരു ജീവിതം നടത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രമാകാതെ പ്രവൃത്തിയോടുകൂടെയുള്ളൊരു വിശ്വാസത്തിന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് മറ്റെല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും, നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും, അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിനും വാങ്ങാത്തവനും, അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിനും വാങ്ങാത്തവനും, നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ എല്ലാവരും അനുഗ്രഹിക്കണമേ. മാമലയിങ്കൽ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണം. യേശുവേ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. യേശുവേ നന്ദി. നമുക്കൊന്നേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ എല്ലാ രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. യേശു എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റണമേ. കർത്താവ് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ കടബാധികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ കലഹങ്ങളിൽ കർത്താവ് ഇടപെടണമേ. ഭിന്നതകളിൽ ഇടപെടണമേ. ദാരിദ്ര്യത്തിൽ ഇടപെടണമേ. യേശുവിൻ്റെ ശക്തി കടന്നു വരട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം ഒഴുകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും സുഖപ്പെടുത്തണമേ. കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ. അഭിഷേകം ഒഴുകട്ടെ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. യേശുവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം എല്ലാവരിലേക്കും കടന്നു വരട്ടെ. വലിയ ദൈവശക്തി കടന്നു വരട്ടെ. അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ.
അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തി അത് ഫലപ്രദമല്ല എന്ന് വചനത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം നമ്മൾ കേൾക്കുന്ന വചനമനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേൾക്കുന്ന വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചില്ല എങ്കിൽ നമ്മൾ വിശ്വാസവഞ്ചകരായി തീരുമെന്ന് നമ്മളെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരണം. ഞങ്ങൾ ഈ ലോകത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതവും ദൈവത്തിലുള്ള ആശ്രയവും എല്ലാത്തിൻ്റെയും ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുന്ന തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ കുറവുകളെല്ലാം എടുത്തു മാറ്റി സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.